Audience. കനക ഞാൻ രാവിലെ ഒരു ചായ കുടിച്ചടി, തലവേദനയായിരുന്നു. എന്നാ പിന്നെ പറഞ്ഞൂടെ, എന്നെ കൊണ്ട് ഈ ഇതിന്റെ ഇടയ്ക്ക് ഇത് ചെയ്യിക്കണോ? എന്നാ ഇപ്പൊ ഞാൻ ഇട്ടല്ലേ കുടിക്ക്. അമ്മയ്ക്ക് കൊടുത്താന്ന്? അമ്മയ്ക്ക് നേരത്തെ കൊടുത്തു. അന്നേരം നിന്നെ വിളിക്കാൻ നോക്കിയപ്പോ നല്ല ഉറക്കം. ഇനി അന്നേരം വിളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാ. അമ്മ പറഞ്ഞു നീ ഇന്നലെ വൈകിയ വന്നതെന്നോ, ഭയങ്കര പാടായിപ്പോ, ഇന്നലെ സ്റ്റേഷനിൽ ഭയങ്കര പണിയായിരുന്നു പറഞ്ഞു. മഴ ആയതുകൊണ്ട് മരങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീണ്, ആളുകൾ വീടിന്റെ മേളിൽ കൂടെ ഒക്കെ വീഴുന്നു. ഭാഗ്യത്തിനൊക്കെയാണ് ചിലർ രക്ഷപ്പെടുന്നത്, ചിലർക്ക് ഭയങ്കര അപകടം നടന്നുകൊണ്ടിരിക്കല്ലേ, കാറിന്റെ മേളിൽ കൂടെ വീഴുന്നു. ഭാഗ്യം നമ്മളിവിടെ മരമൊന്നും പൊഴിഞ്ഞു വീണില്ല. ആ പിന്നെ എടാ, ലില്ലി അവിടെ എത്തിയ? ഞാൻ വിളിച്ചിട്ട് അവളുടെ ഫോണ് ബിസി ആയിട്ടിരിക്കുന്നു. അത് അന്നേരം അവൾ എന്നെ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അവൾ ഇന്നലെ രാത്രി എത്തിയായിരുന്നു. ഇന്നല്ലേ പ്രോഗ്രാം. ഇപ്പൊ അവളുടെ പ്രശ്നം വെച്ചാൽ അവൾക്കിപ്പോ ഈ നമ്മളൊന്നും അല്ല പ്രധാനം, ഈ കുട്ടികളെക്കാൾ ടെൻഷൻ അവക്കാ. ടെൻഷൻ ഇല്ലാതിരിക്കും. അവള് പിള്ളേര് പഠിപ്പിക്കുന്ന പിള്ളേര് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ചീത്തപ്പേര് ടീച്ചറിനല്ലേ, പട്ടിണിയാവും അവള്. അവക്കെന്താ ഇങ്ങനെയൊക്കെ വേണം, ഇത്രയും ഉത്തരവാദിത്തമാണ്. അത് മനസ്സിലായി. എന്താ ഉദ്ദേശം? ബോൺസായി മരങ്ങളുടെ ബിസിനസ്. ബോൺസായി മരങ്ങളാണ്. ബോൺസായി. ഇത് ബോൺസായി ആണ്? ഇത് ബോൺസായി അല്ല. ഇതിനകത്ത് വേറൊരു തൈയുടെ വന്നിട്ട് ഇതിനകത്ത് ഇതിപ്പോ പ്ലാവ്, ചീമച്ചക്കയുടെ തൈയുടെ ചേർത്തിട്ട് ഇത് ബോൺസായി ആക്കും. കളിയാക്കണ്ട, ഈ കളിയാക്കൽ ഞാൻ പ്രതീക്ഷയാണ്. അതായത് ഇതിനകത്ത് ഒരുപാട് നൂതന സാങ്കേതിക വശങ്ങളുണ്ട്. പണക്കാർ ഈ സ്റ്റെയറിന്റെ സൈഡില് പിന്നെ കണ്ണാടി അതിനകത്തൊക്കെ ഈ ബോൺസായി മരം വെച്ച് നോക്കും. ഭയങ്കര പൈസക്കാ വന്ന്. ഇതിപ്പം ഇതിനകത്ത് ചീമച്ചക്കയുടെ വെച്ച് കഴിഞ്ഞാൽ 2000 രൂപയ്ക്ക് ഒരു മുടു പോകും. വെച്ചടി ഒരു കർഷകനാണ്. മരങ്ങളും ചില ആകാശം മുട്ടം വളരേണ്ടതാണ്. അതങ്ങ് വളർന്നു പോട്ട്. അതിനകത്ത് എത്ര കിളികൾ കൂട് വയ്ക്കും, എത്ര ഓരോ ഫലങ്ങൾ തരുന്നതാണ് മരങ്ങൾ. അതല്ലേ എൻ്റെ കർമ്മം, ധർമ്മം. ഇനി ചുമ്മാ ആവശ്യമില്ലാതെ നീ ഇതൊക്കെ ബോൺസായൊക്കെ ചെറിയ ചെറിയ ചെടികളാക്കിക്കൊണ്ട് വീടിനകത്ത് വെച്ചിട്ട് എന്ത് കാര്യമാണ്? സൂര്യപ്രകാശം മുട്ടം പോകുന്ന മരങ്ങള് ഇല വീണ് അയ്യ മൊത്തവും നശിപ്പിക്കുന്നുണ്ട്. കിളികൾ തൂറി പരിസരം മൊത്തവും നശിപ്പിക്കുന്നുണ്ട്. പാമ്പ്, ചേര, പരുന്ത് കയറി കൂടെ ഉണ്ടാക്കി ശബ്ദം ഉണ്ടാക്കി നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ട്. ഇത് പെരയ്ക്കകത്തൊരു ചീമച്ചക്ക വളർന്നിരിക്കുന്ന കാണാൻ എന്ത് രസമായിരിക്കും ഒന്ന് ആലോചിച്ചു. നീ ഒന്ന് ആലോചിക്കണം, ഈ മരങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവിടുത്തെ അവസ്ഥ ഒന്ന് ആലോചിക്കണം. ആലോചിച്ചു എന്നിട്ട് എന്നെ വിളിച്ചാൽ മതി. പോ, എടുത്തോണ്ട് പോ. ഇതെന്ത് കൂടെ വരിക്കേ? ഇത് വരിക്കാം. താഴെ അവിടെ കൊണ്ട് നടണം. തെങ്ങ് പൊട്ടിപ്പുണ്ട്, അവിടെ കൊണ്ട്. ഞാനിവിടെ ഒരു ഫാം തുടങ്ങും. അന്നേരം മച്ചമ്മ എൻ്റെ അടുത്ത് ബോൾസായി ജോയില് ഒരു തൈ ഞാൻ തരത്തില്ലല്ലോ. നമ്മളെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിക്കത്തുമില്ല. അത് ശരി. അതിങ്ങനെ നമ്മുടെ ഇഡലി പോലെ അല്ലേ ഇടി അപ്പം ഇരിക്കുന്നത്? ഓ, അത്ര ടേസ്റ്റാണോ? നീ അപ്പം എപ്പോൾ വരും? ഓ, ഞാൻ തേടി അച്ചിങ്ങോലെത്താൻ പോണ്. ശരി മോളെ എന്നാ. ആര്? ലില്ലി. അവളുടെ പരിപാടി ഇന്ന് വൈകുന്നേരം കഴിയും. പക്ഷെ ഇന്ന് വൈകുന്നേരം കേറൂല, നാളെ വൈകുന്നേരം കേറുള്ളൂ. നാളെ വൈകുന്നേരം പരിപാടി കഴിഞ്ഞ പിന്നെ രാവിലെയും കയറി അങ്ങ് എത്തൂലേ വൈകുന്നേരം ആകുമ്പോൾ? അവരെവിടെയൊക്കെ കറങ്ങാൻ പോവാന്ന്. എന്താണ്ട് ഡാമാ, കോട്ടെ, അങ്ങനെ എന്തൊക്കെയോ സ്ഥലമുണ്ട്. അവിടെ കുറേ സംഭവങ്ങൾ കാണാനുണ്ട്. അവിടെ മലമ്പുഴ പാർക്ക്. മറ്റു സാധനം നല്ല രസമടി, ഈ റോപ്പ് വേ ഉണ്ടല്ലോ, ആ വള്ളിയിൽ ഇങ്ങനെ ഇതിനകത്ത് കൂടാതെ ചെറിയ ഇതിൽ ഇങ്ങനെ കറങ്ങി ചുറ്റി ഇങ്ങനെ വരും. അത് ഭയങ്കര രസമാണ്. പിന്നെ ഉണ്ട് മറ്റേ എന്തോന്ന് പറമ്പിക്കുളം, സൈലന്റ് വാലി, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? ഞങ്ങളെ പാർട്ടിയുടെ പല പരിപാടികളും അവിടെ വെച്ച് നടന്നിട്ടില്ലേ. അങ്ങനെ പോകുമ്പം പാർട്ടി ഞങ്ങളെല്ലാവരും കൂടെ അപ്പുകൂട്ട് സാറുണ്ടെങ്കിൽ പിന്നെ എല്ലാം ഫ്രീ ആണ്, അതിലൊക്കെ കയറുന്നതിന് പൈസ കൊടുക്കണ്ട. അങ്ങനെ ഒരു ഗുണമുണ്ട്. എല്ലാവരും കൊള്ളാം. ഞാൻ എടുത്ത് ഇവിടെ ഇങ്ങനെ മല പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. രാഷ്ട്രീയക്കാരൻ്റെ ഇതേ ഡാൻസ് ടീച്ചർ ഇപ്പൊ അവിടെ ചെന്നപ്പോ പറയാണ് ഏതോ ഒരു പ്രത്യേക തരം ഇഡലി അവിടെയുണ്ട്, രാമശ്ശേരി ഇഡലി. അത് അവിടുത്തെ ഫേമസ് ആണ്, ഭയങ്കര ടേസ്റ്റ് അല്ലേ. അത് കഴിക്കാൻ എവിടെ നിന്നെല്ലാം ആള് വരുന്നു. നിങ്ങൾ അതും കഴിച്ചിട്ടുണ്ടോ? എൻ്റെ തങ്കം പാലക്കാട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ കഴിക്കാതെ വരാൻ പറ്റുമോ? ഇതെല്ലാം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ പല സംഭവങ്ങളും ഉണ്ട്, അതെല്ലാം നമ്മൾ അത് ദേഷ്യം പയറിനോട് തീർക്കണ്ട. പിന്നെ എങ്ങനെ ഞാൻ തീർക്കാതിരിക്കും ക്ലീറ്റോ? പ്രശ്നം എന്താ പ്രശ്നം എന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? ഞാൻ നേരം വെളുക്കുമ്പോൾ പോലെ ഈ അടുക്കളയിൽ, ആ മുറിയിൽ, ഈ മുറ്റത്ത്. നിങ്ങളോ പോലീസുകാരന്റെ ഡ്യൂട്ടിക്ക് പോകാം, അവരവിടുന്ന് ടൂർ പോകണം.
നിങ്ങൾ ലോകം മുഴുവൻ ഡൽഹി വരെ കിടന്ന് കറങ്ങുന്നു. ഡാൻസുകാരുടെ പിള്ളേരെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പാലക്കാട്, തൃശ്ശൂർ ഇങ്ങനെ നടക്കുന്നു. ഇവിടുത്തെ പിള്ളേര് വരെ ദിവസം സ്കൂളിൽ പോയിട്ട് 10 മനുഷ്യരെ കാണുന്നുണ്ട്. ഞാനോ എന്നിട്ട് ദേഷ്യപ്പെടുന്നതാണ് കുറ്റം. എന്താണ് നിന്റെ പ്രശ്നം? എന്താണ്? എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ ഇവിടെ തന്നെ ജനിച്ച് ഇവിടെ തന്നെ വളർന്ന് ഇവിടെ തന്നെ മരിക്കും. ഇത് എന്ത് പറയണം? പിന്നെ അല്ലേ ഗ്ലീറ്റോ, എല്ലാ പെണ്ണുങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവൂലേ ഭർത്താവിന്റെ കൂടെ ഒന്ന് പുറത്തു പോകണം, ഒരു സിനിമയ്ക്ക് പോകണം, പുറത്തു പോയിട്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ദോശ കഴിക്കണമെന്ന് എല്ലാ പെണ്ണുങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? എനിക്കിത് വല്ലതും ഉണ്ടോ? എന്റെ വിധി, എന്നെ കൊണ്ടുപോകാൻ ഒരാളില്ല. സമാധാനമായിട്ടേ, അടുത്ത നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സമ്മേളനം നടക്കുന്നത് തൃശ്ശൂർ വെച്ചിട്ടാണ്. അപ്പോൾ നിന്നെയും കൊണ്ടുപോകും. നമ്മൾ തേക്കങ്കാട് മൈതാനവും ഒക്കെ കാണിച്ച് പൂരം ആ സമയത്താണെങ്കിൽ പൂരവും കാണിക്കും. ഇല്ലെങ്കിൽ തന്നെ അവിടെ വേറെ പല സ്ഥലങ്ങൾ കാണാറുണ്ട്, നമുക്ക് ഇറങ്ങിയിട്ട് വരാം. അതെന്നാ? അത് അടുത്ത വർഷമാണ്. കഴിയില്ലേ? അടുത്ത വർഷം വരെ ഞാൻ ജീവിച്ചിരിക്കുന്ന എന്താ ഉറപ്പ്? അടുത്ത വർഷം നീ എഴുതാപ്പുറം വായിക്കില്ലേ? ഏതെങ്കിലും എഴുതാപ്പുറമല്ല, എഴുതണ പുറം തന്നെ. അത് തന്നെയല്ല, നിങ്ങൾ ഈ രാഷ്ട്രീയക്കാരുടെ കൂടെ രാഷ്ട്രീയം പറഞ്ഞു നടക്കാനല്ലേ എനിക്ക് എന്റെ ഭർത്താവിനെ വേണ്ടത്. അല്ലാതെ നിങ്ങളുടെ ഒരു ഭർത്താവ് എന്ന നിലയിൽ നിങ്ങൾക്ക് എന്നെ കൊണ്ടാൻ പറ്റൂലല്ലോ. ഓസിനെ രാഷ്ട്രീയക്കാരുടെ കൂടെ എന്നെ കൊണ്ടാൻ ഞാൻ വരുന്നില്ല. ഞാൻ ഇവിടെ തന്നെ ജീവിച്ചോളാം. ഒരു കാര്യം ചെയ്യും, നീ ബഹളം വെക്കണ്ട, വൈകുന്നേരം റെഡിയായി നിൽക്കും. എന്തിന് ഈ പാങ്ങോട് ചന്തയിൽ കൊണ്ടുപോയിട്ട് പച്ചക്കറി മേടിച്ച് തിരിച്ചു വരാനല്ലേ? എൻ്റെ മോളെ അല്ല, നമ്മൾ ഒരുമിച്ച് പുറത്തു പോകുന്നു, ലുലു മോളിൽ പോകുന്നു. എന്നിട്ട് നിങ്ങൾ ഈ രാഷ്ട്രീയക്കാരെ പറ്റിക്കണ പോലെ ആൾക്കാരെ പറ്റിക്കണ പോലെ എന്നെ പറ്റിക്കാന്നൊക്കെ നിങ്ങൾ നടക്കൂല. നിങ്ങൾ പൊക്കോ. നിങ്ങൾ എവിടെയെങ്കിലും കേൾക്കോ? ഇല്ല. എനിക്ക് പോകണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ വൈകുന്നേരം ഒരുങ്ങി നിൽക്കുക. നമ്മൾ ലുലു മാളിൽ പോയിട്ട് അവിടെ അതിനകത്തെല്ലാം കറങ്ങി സാധനമൊക്കെ മേടിച്ചിട്ട് പറ്റിയ ഒരു സിനിമയും കാണുന്നു, നമ്മൾ ഫുഡും കഴിക്കുന്നു. ഫുഡ് കോർട്ടിൽ നിന്ന് കഴിക്കണം അങ്ങനെ കഴിക്കാം, പുറത്തുനിന്ന് കഴിക്കണം അങ്ങനെ കഴിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിക്കാം, നിൻ്റെ ഇഷ്ടം. സത്യമാണോ? പിന്നെ എന്തിനാ കള്ളം പറയണേ? ചുമ്മാ ഇരുന്നിങ്ങനെ മോങ്ങല്ലേ. പോവാന്ന് പറഞ്ഞല്ല, താല്പര്യം ഉണ്ടോ? ഉണ്ടെങ്കിൽ റെഡിയായി നിൽക്ക്. അപ്പൊ ഞാൻ വൈകുന്നേരം ഇനിയിപ്പോൾ ഇതുണ്ടാക്കണ്ടല്ലോ. അതുണ്ടാക്കിക്കോ. അപ്പുറത്ത് അമ്മയ്ക്കും കനകനും അത് ഉണ്ടാക്കിക്കൊടു. നമ്മളെ ഫുഡ് പുറത്ത്. എന്നാലും രാത്രി നമുക്കൊന്നും വേണ്ടല്ലോ. രാത്രി അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് പോവാം. നമ്മൾ ഫാമിലിയായിട്ട് പുറത്തുനിന്ന് കഴിക്കുന്നു. ഓക്കെ? എന്നാ അമ്മേനോട് പോയി പറഞ്ഞിട്ട് വരാം. എന്താ ഉണ്ടാക്കണേ? അല്ല, എന്താ ഉണ്ടാക്കണേന്ന് ചോദിച്ചില്ലെങ്കിലേ എന്താ വേണ്ടെന്ന് വെച്ചാൽ അതങ്ങ് വേഗം ഉണ്ടാക്കി വെച്ചാൽ പണി കഴിയുമല്ലോ. അത് കുഴപ്പമില്ല. സുലി ചേച്ചി, ഞങ്ങളൊന്ന് ലുലുവിൽ പോവാണേ. തക്കടോ, പോലീസുകാർക്ക് വേണ്ടുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന് ബുദ്ധി, മറ്റൊന്ന് ശക്തി. ഈ ബുദ്ധി ശക്തി നമുക്ക് ഒരേപോലെ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നല്ലൊരു പോലീസുകാരനാവാൻ പറ്റുള്ളൂ. കാരണം ഏത് സമയത്ത് ഏതാണ് ഉപയോഗിക്കണമെന്ന് അറിയാൻ പറ്റില്ല നമുക്ക്. ചിലപ്പോൾ ബുദ്ധിയായിരിക്കും പ്രയോഗിക്കേണ്ടിരുന്നത്, ചിലപ്പോൾ ശക്തിയായിരിക്കും പ്രയോഗിക്കേണ്ടത്. അപ്പം ശക്തി വേണമെന്നുണ്ടെങ്കിലേ ഇതുപോലുള്ള പലഹാരമൊന്നും കഴിച്ചാൽ പോരാ. നല്ല ഏത്തപ്പഴം, മുട്ട, പാല്, പോഷകമൂല്യമുള്ള കാര്യങ്ങൾ കഴിക്കണം. എങ്കിൽ മാത്രമേ ശക്തി വരുള്ളൂ. എങ്കിലും നമുക്ക് പോലീസ് കയറാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഇതൊന്നും കഴിക്കണ്ട, അധികം കഴിക്കണ്ട കേട്ടോ മക്കളെ. അമ്മ ഇതൊക്കെ എടുത്ത് തരും. എൻ്റെ പൊന്നു മച്ചമ്പി, കുഞ്ഞിൻ്റെ അടുത്ത് എന്തൊക്കെയായി പറഞ്ഞു കൊടുക്കുന്നത്? മലയാളം ഇപ്പഴൊന്നും മുട്ടയും പാലും ഏത്തപ്പഴമൊന്നും കഴിക്കരുത്, അതൊന്നും വയറിന് പിടിക്കത്തില്ല. പിന്നെന്ത് ചെയ്യണം? എനിക്ക് പിടിച്ചാലോ? ഞാൻ കഴിക്കത്തില്ലേ? അച്ചപ്പമാണോ നീ എവിടെ പോയിരുന്നേ? അത് കൊള്ളാം. 1-ാം തരം ഒരു ജോലി ഏൽപ്പിച്ചിട്ട് ഞാൻ പോയത് കളന്ന് മറിച്ചിട്ട് വന്നപ്പോൾ എവിടെ പോയിരുന്നു? എന്ത് ജോലി? പ്ലാവ് കൊണ്ട് അവിടെ നടാൻ പറഞ്ഞില്ലേ, ഞാൻ കൊണ്ട് നട്ട്. പ്ലാവ് കുഴിയെടുത്ത് മണ്ണ് മാറ്റി അത് ആ റബ്ബർ കീറി അതിനകത്തോട്ട് വെച്ചു, വെള്ളം കൊണ്ടൊഴിച്ചു, വളമിട്ടു, ചാമ്പലിട്ട്, എന്തെല്ലാം പണി. ഊപ്പാട് വന്നു. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്ഷീണം, നല്ല ക്ഷീണമുണ്ട്. ഞാൻ ആ ബഷീറിൻ്റെ കടയിൽ പോയി 4 പൊറോട്ട ഒരു ബീഫും കഴിച്ച പാട് എനിക്ക് അറിയത്തുള്ളൂ. എടാ, നീ ഈ പറഞ്ഞ കണക്ക് ഒരു ചെറിയ പ്ലാവ് എടുത്ത് കുഴിച്ച് വെക്കാൻ വേണ്ടി നിനക്ക് ഇത്തിരി സാധനം വേണം അല്ലേ? പിന്നെ ക്ഷീണം ഉണ്ടാകത്തില്ല. അപ്പോൾ നീ ഒരു കിണർ കുഴിക്കാൻ എന്ത് വേണ്ടി വരും നിനക്ക്? ഒരു തൊടിക്ക് 4 പൊറോട്ടയും അരക്കോഴി. അപ്പോൾ ഒരു 30 തൊടി ഉണ്ടെങ്കിൽ 3 12 120 പൊറോട്ട. എൻ്റെ പൊന്നുമക്കൾ വിശന്നിരിക്കുമ്പോൾ അവൻ്റെ അടുത്ത് പോയിരിക്കരുത് കേട്ടാ, അവൻ മെഴുകു നിന്നെ. നല്ല കോമഡി. ഒന്ന് എന്ത് ചെയ്യുന്നപ്പോ ഇന്ന് വർക്ക്ഷോപ്പ് പോക്ക് നിർത്തി. ക്ഷീണം. ഇന്നത്തെ അധ്വാനം ഇവിടെ കൊണ്ട് തീർത്തു. ഇന്നിനി 12 മണി കഴിഞ്ഞ് നാളത്തെ അധ്വാനം ആലോചിക്കും. പറക്കൂർ തന്നെ പോകും. മക്കളെ, അധ്വാനം എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. ചിലർ അവർ ചെയ്യുന്ന ജോലിയോട് കാണിക്കുന്ന ആത്മാർത്ഥ അധ്വാനമായിട്ട് ചെയ്യും, അതൊരു അധ്വാനമാണ്. ചിലർ ഒന്നും ചെയ്യാതെ വീട്ടിൽ കുത്തിയിരിക്കും, അതൊരു അധ്വാനമാണ്.
ചിലർ വലിച്ചുവാരി തിന്നുന്നതാണ് അവരുടെ അധ്വാനം. അതേപോലെ വേറെ ചിലരുണ്ട് മക്കളെ, ഒന്നാം തരം സർക്കാർ ജോലി ഉണ്ടായിട്ട് അതിനും പോകാതെ എന്തു കാര്യം പറഞ്ഞാലും അതിനിങ്ങനെ ഉപദേശം കൊടുത്ത് എല്ലാവരും വെറുപ്പിക്കും. അതും ഒരു അധ്വാനം. ഓ ചെറിയ വഴി വലിയ അച്ചപ്പ തിന്നോ ഓടാ. ഇതാണ് പറയുന്നത്. എന്നിട്ട് എന്തൊക്കെ അവൻ കള്ളത്തരം കാണിച്ചാലും അവൻ്റെ ഭാര്യ മക്കളെ മറന്നിട്ട് അവനൊരു പ്രശ്നമില്ല അല്ലേ? ഇന്ന് തന്നെ നോക്കിയാണ് എന്തൊക്കെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ്, എന്തെല്ലാം കാര്യങ്ങൾ കാണുവാൻ അതൊക്കെ മാറ്റി വെച്ചിട്ടില്ലേ നിന്നെ ലുലിമാടി കൊണ്ടുപോകാന്ന് പറഞ്ഞത്. കുറച്ചൊക്കെ നിന്റെ കയ്യിലും ഉണ്ട് തരകട. ഒരു 100 രൂപ എടുത്തെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങ് ചാടിക്കടി തുടങ്ങും. അങ്ങനെയൊന്നും ശരിയല്ല മക്കളെ. നീ നിന്റെ അച്ഛനെയും അമ്മയും കണ്ടല്ലേ വളർന്നത്. നിനക്ക് ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കി കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് മക്കളെ ജീവിതം. അങ്ങനെ വേണം ജീവിച്ച് പഠിക്കാനുള്ളത്. ഹലോ. ആ ശരി ശരി ഭാഗ്യമ്മേ. ശരി സാർ. ഇപ്പോഴാ മനസ്സിലായത്. എത്തിക്കോളാം. ഓ ഓ ഓ ഇതെന്ത് ഇപ്പഴേ റെഡി ആയത്? ദേ അമ്മ രാവിലത്തെ കഴിക്കണുള്ളൂ. നമുക്ക് ഉച്ചക്ക് ചോറിട്ട് ഇറങ്ങിയാൽ മതി. ഞാൻ അച്ഛനെ കുടിച്ചു വെച്ചേക്കുന്നത് നീളിട്ട് കണ്ടതല്ലേ. ഓ ഞാൻ റെഡിയാക്കും. എനിക്ക് കുളിച്ച് എല്ലാം ചെയ്യാനുണ്ട്. ഇപ്പൊ പോണ്ട, വൈകുന്നേരം പോയാൽ മതി നമുക്ക്. ആ പോണതല്ല തങ്കം. ഇപ്പം വേറൊരു ചെറിയ പ്രശ്നം ഇതിനിടയ്ക്ക്. എന്തുപറ്റി? അമ്മ, ഞങ്ങളുടെ പാർട്ടി DT പാർട്ടിയിലെ കൊല്ലത്തുള്ള മുതിർന്ന നേതാവ് സഹദേവൻ ചേട്ടൻ മരണപ്പെട്ടു. അപ്പോൾ അപ്പുക്കുട്ടൻ സാർ ഡൽഹി പോയിക്കാണേ. റീത്ത് കൊണ്ടുവയ്ക്കേണ്ട ചുമതല എല്ലാം എനിക്കാണ്. അവിടെ പോയി ബാക്കി കാര്യങ്ങൾ അനുശോചന യോഗം എല്ലാം ഞാൻ ഇതാക്കണേ. നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? മരിപ്പ് എന്ന് പറയണത് നമുക്ക് അങ്ങനെ മുൻകൂട്ടി പറയാൻ പറ്റണ അല്ലല്ല തങ്കം. ഈ സഹദേവൻ ചേട്ടാ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന അല്ല, ഇങ്ങനെ മരിക്കുമെന്ന് നമ്മൾ വിചാരിച്ചില്ലല്ലോ. വൈകുന്നേരം ലുലുവിൽ പോകാതെല്ലാം ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചാണ്. മനഃപൂർവ്വമല്ല തങ്കം. ഒരാൾ മരിക്കണേന് അങ്ങനെ ഇത് വല്ല നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ലുലു മോൾ അവിടെ തന്നെ കാണുമല്ലേ. പക്ഷേ സഹദേവൻ ചേട്ടനെ ഇന്ന് തന്നെ അടക്കണം. അതല്ലേ എന്തോന്ന് തങ്കം ഇത്. അമ്മ ഇത് നോക്കമ്മ. ശരി, ഈ മരിപ്പെന്ന് പറയണ മുൻകൂട്ടി നമുക്ക് അങ്ങനെ കാണാൻ പറ്റുമോ? മക്കളെ സംഭവിച്ച അതിനൊക്കെ നിന്നല്ലേ പറ്റുമോ? ഏട്ടാ നിന്റെ ഈ സ്വഭാവം. അയ്യേ എന്ത് കഷ്ടം. ഈ മരണം നേരത്തെ ഒന്നും ഉണ്ടാവുന്നതല്ല, സംഭവിച്ചു പോയി. അവൻ പാർട്ടിയുടെ ആളാണ്. അവന് ഇതിന് പോയേ പറ്റൂ. അമ്മയ്ക്ക് മനസ്സിലായില്ലേ തങ്കം? ലുലു മാളിൽ നാളെയും പൊക്കൂടെ? നമുക്ക് നാളെ ഉറപ്പായിട്ട് നമ്മൾ ലുലു മാളിലും പോവും, തൊട്ടിപ്പുറത്തുള്ള ട്രാവൻകൂർ മാളിലും പോവും, നാളെ നമ്മുടെ സിറ്റിയിലുള്ള എല്ലാ മാളിലും പോവും. നാളെ കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞ ഇനി നാളെ വേറെ ആരും മരിക്കാതിരുന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. എന്തായാലും നാളെ നമ്മൾ ഉറപ്പ്. ഇപ്പം കൊല്ലം അങ്ങ് ആയതുകൊണ്ടല്ലേ ഞാൻ അവിടെ പോയിട്ട് ചിലപ്പോൾ വരാൻ വൈകിയാലോ. വേണ്ട, ആവശ്യമില്ലാതെ മോന്തയും കാണിച്ചോണ്ട്. ഞാൻ ഒരു മരിപ്പിന് പോണല്ലേ, ചിരിച്ചോണ്ട് യാത്ര ആക്ക് സന്തോഷത്തോടെ. ദാണ്ടേ എനിക്ക് മക്കളെ, അയ്യേ എനിക്കിന്ന് ഗോതമ്പ് ദോശ മതി മക്കളെ. അമ്മയ്ക്ക് വൈകുന്നേരം ഗോതമ്പ് ദോശ തിന്നാ മതിയല്ലോ. ഇപ്പഴേ പറയേണ്ട കാര്യമുണ്ടോ അതിന്? ഞാൻ ഇവിടെ തന്നെയുണ്ട്, എവിടെയും പോണില്ല. അമ്മ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കണേ. മരിപ്പ് അറിയാലോ, പിന്നെ ഞാൻ പോയില്ലെങ്കിൽ അത് അതൊരു പാർട്ടിയിൽ അതിന് വലിയ പ്രശ്നമാവും. പിന്നെ ഞാൻ ഇറങ്ങുന്നേ. ആ പോ, നീ പോയിട്ട് വാ. അതൊക്കെ ഞാൻ വിളിക്കാം ഇടയ്ക്ക്. നീ വിഷമിക്കാനടി. ഇതിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റി ഓർക്കാം, വിഷമിക്കാം, സങ്കടപ്പെടാം. ഇതിപ്പോൾ ആദ്യമാണ്. ഇത് സ്ഥിരം പരിപാടിയല്ലേ അവൻ്റെ? ഒരു കാര്യം കേൾക്കുക, ആവശ്യമില്ലാത്ത മുഖങ്ങൾ കൊടുക്കുക, എന്നിട്ട് അത് നടത്താതിരിക്കുക. എന്തായാലും തീറ്റ മഞ്ചും ഈ കാണിച്ചു ഒട്ടും ശരിയായി ഉള്ള പറയാം. ഞാൻ മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചായിരുന്നു പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നതും സിനിമ കാണുന്നതൊക്കെ. ഞാനാണെങ്കിൽ അത് ആ സുൽച്ചേസിനെ വിളിച്ച് പറയുകയും ചെയ്ത് ഞങ്ങൾ പോവാണെന്ന്. ഇതൊരു നാണക്കേടായിപ്പോയി. നിന്റെ വിഷമമല്ല അവൻ അറിയണോ? രാഷ്ട്രീയക്കാരന്മാർക്ക് പൊതുവേ ഉളുപ്പും മാനമൊന്നും ഇല്ലാത്തവരാ. അവരൊരിടത്ത് ഒരു കാര്യം പറയും, പിന്നെ അത് മാറ്റി പറയും, പിന്നെ അതിന് വീണ്ടും ആവർത്തിക്കും. വാക്ക് കൊടുക്കുക, മാറ്റി പറയുക, വാഗ്ദാനം കൊടുക്കുക, പാലിക്കാതിരിക്കുക, ഇതൊക്കെ തന്നെ അവരുടെ പരിപാടി. ഇതിപ്പോൾ ലുലുമാളി പോയാൽ ചിലവാകുന്ന പൈസയുടെ കണക്കാലോചിച്ച് സ്വയം അച്ഛമ്മ പിന്മാറിയത്. ഈ മരണം പറഞ്ഞതിനകത്ത് എന്തോ കള്ളത്തിനും. എന്തോ കള്ളത്തിന് ഇത്ര ഡൗട്ടാ? പച്ച കള്ളം. നീ ആ ജംഗ്ഷനിൽ പോയി നോക്കിയാണ്, ആ വെള്ളം വല്ലിട്ട് അവിടെ കിടന്ന് തേരാപ്പാര അടക്കണുണ്ടാവാൻ. സത്യമായിരിക്കും.
ഈ മനുഷ്യന്റെ വാക്കും കേട്ട് ഇറങ്ങി തിരിഞ്ഞ് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ എന്തോരം ഈ മനുഷ്യന് വേണ്ടി നിന്നിട്ടുണ്ട്. നീ കരയണെന്തിനേന്? അത് തന്നെ. പിന്നെ ഓത്ത വിഷമം വരൂലേ? നിനക്കിപ്പോ ലുലുമാളി പോയാ പോരെ? ഓ ഞാൻ കൊണ്ടുപോവാ. എനിക്കൊന്നും പോകണ്ട. എന്ത്? ഓ പിന്നെ എനിക്ക് വരണ്ട, എന്റെ മൂഡ് പോയി. അവിടെ ലുലുമാളി പോയി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് സിനിമയും കണ്ട് നമുക്ക് അടിച്ച് പൊളിച്ച് വരാടി ധൈര്യമായിട്ടിരിക്കേ. ചെല്ല്. നീ പറഞ്ഞ ഓ ഞാൻ വല്ലോ. ഇവിടെ ആസാദി കയറി മട്ടൻ ബിരിയാണി കഴിക്കാം. ആണോ? പിന്നെ വാക്ക് പറഞ്ഞില്ലല്ലോ. ഞാൻ വാക്ക് പറഞ്ഞ വാക്കാ. അങ്ങനെ ഞാനും വരുന്നു. ലുലുവിലെ ചോക്ലേറ്റിന്റെ ഇത് ഫെസ്റ്റ് നടക്കുന്നു. ഭയങ്കര ഓഫറൊക്കെ ഉണ്ടെന്നാ പറയാ. കേറിയ തന്നെ ഒരു കപ്പ് എടുത്ത് കൈ തരും. അപ്പൊ അതും കഴിച്ച് ബിരിയാണിയൊക്കെ കഴിച്ച് അടിച്ചു പൊളിച്ചിട്ട് വരാം. നിങ്ങൾ രണ്ടുപേരും കൂടെ പോക്കോ, ഞാൻ വരുന്നില്ല. നിനക്ക് വരാൻ പോയ കാര്യം എന്ത്? നീ വരണം. ആർക്ക് വേണ്ടിയിട്ട് പിന്നെ പോന്നത്? നീ വരണം. കാരണം വാക്ക് പറഞ്ഞ വാക്കാ. ഡേയ് നീ വരണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡി ആയിട്ട് വരണം. പോയി കുളിച്ച് റെഡി ആയിട്ട് ഓക്കെ. എത്ര മണിക്ക് ഇറങ്ങണം? നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങാം. നീ വേണ്ടേ പോയിട്ട് ഒരു ഓട്ടോ പിടിച്ചോ. 3 പേരില്ലേ നമ്മള്. ശരി. എന്നാ പിന്നെ അമ്മയ്ക്ക് എന്താ രാത്രി വേണ്ടേന്ന് ചോദിച്ചിട്ട് വരട്ടെ. സന്തോഷായില്ലേ എനക്ക്? അപ്പൊ ഇത് ചിരിച്ചോണ്ട് ചോദിര്. അത് ഉണ്ടാക്കി വെച്ചിട്ട് പോയാ പിന്നെ ടെൻഷൻ അടിക്കണ്ടല്ലോ. അമ്മേ വെറുതെ ഇരുന്ന പെണ്ണിനെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് വാക്ക് മാറാൻ നടക്കും. അമ്മ ഓ ഇതെന്താ ഈ നേരത്ത് കിടക്കണേ? ചുമ്മാ ഒന്ന് കിടന്ന് ഞാൻ വെറുതെ കിടന്ന്. അങ്ങനെ എന്തിനു വെറുതെ എഴുന്നേറ്റിരിക്കുന്നത്? അമ്മ 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 അമ്മ. പിന്നെ അമ്മയ്ക്ക് എന്താ രാത്രി കഴിക്കാൻ വേണ്ടേ? അതിന് സമയമൊന്നും ആയില്ലല്ലോ. നീലി പറഞ്ഞ വൈകുന്നേരം ആവട്ടെ ഉണ്ടാക്കി തരാന്ന്. അത് ചുമ്മാ പറഞ്ഞതല്ലേ മുത്തേ. അമ്മയ്ക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? രാത്രി എനിക്ക് കഞ്ഞി മതി. കഞ്ഞി മതിയാ? മതി മതി. എന്നാ അപ്പൊ തന്നെ ഇപ്പൊ പോയി അങ്ങ് കഞ്ഞി വെക്കാം, എന്നിട്ട് എനിക്ക് പോവാല്ലോ. നീ എവിടെ പോണിപ്പാ? ലുലുമാളില്. ലുലുമാളില്ല, ഒറ്റയ്ക്കാ. ഞാൻ ഒരുപാട് ആളും പേരും ഒക്കെ ഉള്ള സ്ഥലമാണ്. ഒറ്റയ്ക്കൊന്നും പോവണ്ട അങ്ങോട്ട്. ഒറ്റയ്ക്കല്ല, കനകം കൊണ്ടുപോവാന്ന് പറഞ്ഞു. എന്നാ കുഴപ്പമില്ല. അമ്മയ്ക്ക് വരണോ? ഓ എനിക്ക് വയ്യ. നിങ്ങളൊക്കെ പോയി സന്തോഷമായിട്ടൊക്കെ വാരി നിങ്ങളുടെ ഈ മൂഡാഫൊക്കെ ഒന്ന് മാറട്ടെ. വാമ്മേ. എനിക്ക് വയ്യ. എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യട്ടെ, കഞ്ഞിക്ക് ഇപ്പഴേ അങ്ങോട്ട് ഇടാം. അല്ലോ ഇപ്പോഴേ കഞ്ഞി വെച്ചാല് തണുത്തു പോകത്തില്ലേ മക്കള്? അത് സാരമില്ല, ഞാൻ ചൂടാക്കി കുടിച്ചോളാം. നിന്റെ സന്തോഷമായിട്ട് നീ ഇരുന്നാ മതി. നീ സന്തോഷവതിയാവണം. എന്നാ പിന്നെ ഞാൻ പോയി കഞ്ഞി വെക്കാം. ഞാനേ ഒന്നുമില്ല, ഞാൻ കഞ്ഞി വെക്കാൻ പോവാ. പിന്നെ എനിക്ക് ഇവിടെ ജംഗ്ഷനിൽ ഒരുത്തൻ ATM തള്ളി പൊളിച്ചു. അയ്യോ കൈയോടെ പൊക്കി. ആണോ? അപ്പൊ എനിക്ക് അത്യാവശ്യമായിട്ട് ചെല്ലണം. സാറിന് ഞാൻ ചെന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അല്ല സാരമില്ല, പോട്ടെ. ഇനിയിപ്പോ ഒരുപാട് സമയമുണ്ടല്ലോ കഞ്ഞി വയ്ക്കാൻ. ഏത് ദരിദ്രവാസികളാണോ ഈ സമയത്ത് ATM തല്ലി പൊട്ടിച്ചത്? സന്തോഷ ജന്മദിനം റൊണാൾഡിന്. ദേടാ ഇതെന്തൊരു എഴുത്തിയാ റെഡിയായില്ലേ ഇതുവരെ? അവൻ നല്ല ഉറക്കമാണ്. ഞാൻ വിളിച്ചിട്ട് അവൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവനെ കുളിപ്പിച്ച് ഡ്രസ്സ് മാറാൻ നോക്കും. എങ്ങോട്ട് പോവാൻ? ആസാദ് ഹോട്ടലില്. അല്ല ലുലുമാളില്. കനമച്ചമ്മയുടെ കുളിക്കുമായിരിക്കും. ഞാൻ പോയി ഓട്ടോ വിളിച്ചോണ്ട് വരാം. ഓട്ടോ വിളിച്ചിട്ട് നീ ആ വഴി വേറെ എങ്ങോട്ടെങ്കിലും പൊക്കോ, ഇങ്ങോട്ട് വരണ്ടാരും. ആ വഴി എങ്ങോട്ട് പോവാ? കനമച്ചമ്പില്ല ഇവിടെ? ഒരു മച്ചമ്പി ഇല്ല, ഒരു മാളിലും പോണില്ല, ഒരു സ്ഥലത്തോട്ടും പോണില്ല. എല്ലാവരും അവനവന്റെ കാര്യം നോക്കി പോയി. ചതിയന്മാര്. കാര്യമൊന്നും പറ. കനമച്ചമ്മയുടെ കനകമച്ചമ്പി ആരാണ്ടിന്റെ ATM തല്ലി തകർത്തു എന്ന് പറഞ്ഞ് അതുണ്ടാക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പൊ ലുലുമാളി പോന്നല്ലേ? ഇവനെയൊക്കെ വിശ്വസിച്ചിട്ട് എന്നെ പറഞ്ഞാ മതി. എനിക്ക് ഓരോ അബദ്ധങ്ങൾ പറ്റുന്നത്. ഒരുമാതിരി സമയത്ത് വന്ന് രണ്ടുപേരും വാക്ക് മാറിക്കളഞ്ഞില്ല. ഇന്ന് പോണോന്ന് ആശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിരിക്കും. അയ്യോ, ഒരാശ എനിക്ക് തോന്നി, അത് ഞാൻ പറഞ്ഞു. ഈ ആശ ഞാൻ ഇനി കുഴിച്ചു മൂടാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനി ഇവരോടൊന്നും ഒരാശയം പറയൂല. ഞാൻ എൻ്റെ ഈ അടുക്കളയിൽ കഞ്ഞിയും കറിയും വെച്ച് ഞാൻ ജീവിച്ചോളാം. അങ്ങനെ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ലല്ലോ. തങ്കച്ചേട്ടത്തിൽ ലുലുമാളി പോകണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചതാണോ?
നമ്മൾ ഇന്ന് അവിടെ പോയിരിക്കും, ആസാദ് ഹോട്ടലിൽ നിന്ന് ബിരിയാണിയും കഴിക്കും, ചോക്ലേറ്റ്സ് വെസ്റ്റും ലുലുമാന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടും. 2 മച്ചന്മാരെ കണ്ണു വിളിക്കട്ടെ. നിന്റെ 2 മച്ചമ്മമാരുടെ വായിന്ന് ഞാനിത് കേട്ടു. നീയും കൂടി ഇത് പറഞ്ഞ് നീ കാല് മാറാനല്ലേ? എനിക്ക് പോവണ്ട, ഞാൻ ഈ വീട്ടിലിരുന്നോളാം. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. ആഗ്രഹിച്ചിട്ടുണ്ടേ പോയേ പറ്റത്തുള്ളൂ. ഞാൻ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ കൊണ്ടുപോകും. വർക്ക്ഷോപ്പ് ഇതിന് തുറക്കത്തില്ല. ഹാർലി ഡേവിഡ്സന്റെ പണി വന്നപ്പോൾ തുറക്കത്തില്ല, ഫോണും ഓഫാണ്. ഞാൻ കൊണ്ടുപോകും. വിശ്വസിക്ക്, ഉറപ്പായിട്ടും. പെട്ടെന്ന് റെഡിയായി, മോനെ റെഡിയാക്ക്. ഞാൻ പോയി ഓട്ടോ വിളിച്ചോണ്ട് വരാം കേട്ടാ. വരുന്നു. അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. ലുലുമാളല്ല, നമ്മള് ഒബ്രാമാളിലും. അമ്മ എന്താന്ന് അമ്മ, ഞാൻ പിന്നെ ലുലുമാളി പോണ്. എവിടെങ്കിലൊക്കെ പോ. ഞാൻ എന്താ വേണോ അതിന് കുലുമാലില് എവിടെ ചെന്ന് ചാട്. കഞ്ഞി ഉണ്ടാക്കി വെച്ച എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് നീ നിന്റെ കാര്യം നോക്കി പോച്ചാ. ഒന്ന് ഉറങ്ങാനും സമ്മതിക്കാതെ. 2 മിനിറ്റ്. ചേട്ടത്തി ഇതുവരെ റെഡി ആയില്ലേ? ലുലുമാളിപ്പോ അടയ്ക്കുകയും ചെയ്യല്ലോ. പെണ്ണുമ്പോൾ സ്ഥിരം കാണിക്കുന്ന പണി. പെട്ടെന്ന് റെഡിയാവാ, വണ്ടി വിളിച്ചോണ്ടിട്ടേക്കുന്നു. തക്കട് റെഡിയാ. ഓ തക്കട് സാറ്റ് കളിക്കാം. മോനെ ഞാൻ ഇറങ്ങി വാ, സാറ്റ് കളിക്കാൻ സമയം ലുലുവിൽ പോണ്ടേ. ഇതെന്താ പറ്റിയതാ? ഞാൻ വീണടാ. എവിടെ? മുറ്റത്ത്. ലുലുമാളി പോണെന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ചാട്ടമായിരുന്നു. ലുലുമാളി ഇപ്പം ഓടിച്ചാടി വന്നതാണ്. ഒരു ഒച്ച കേട്ട് ഞാൻ വന്ന് നോക്കിയപ്പോ അതേ ചക്കപ്പോത്ത് പോലെ അവിടെ കിടക്കുന്നു. അയ്യോ, ഒരു കാര്യം ചെയ്യാം, വണ്ടി കിടപ്പുണ്ട്, എഴുന്നേറ്റ് നമുക്ക് ആശുപത്രി പോവാം. ഓ, അതിനുള്ളതൊന്നുമില്ല. അയ്യോ ഒന്ന് പോകും മക്കളെ, ചിലപ്പോ വല്ല പൊട്ടല ഉണ്ടെന്ന്. ഒന്നുമില്ല അമ്മ, എനിക്കറിഞ്ഞൂടെ. ഇതാ കാലം മടങ്ങിയതിന്റെയാണ്. ചെറിയ വേദനയുള്ളൂ. ചെറിയ വേദനയുള്ളൂ? എങ്കിലും നമുക്ക് ലുലു പോവാം. അയ്യോ, മാളിന്റെ അകത്തോടെ എനിക്ക് അത്ര നടക്കാൻ പറ്റൂല. എനിക്ക് വിധിയില്ലടാ അത് കാണാൻ. എന്നാലും ഇത്ര ആഗ്രഹിച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കൂലു. വണ്ടി വിളി വെയിറ്റ് ചെയ്യുക. സാരമില്ല, അതെങ്ങാനും പറഞ്ഞു വിടും. ഒരു ഓട്ടോ വിളിച്ചതാണ്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എവിടെ പോന്നു? മാളി പോണോ? തങ്കച്ചേട്ടത്തില്ലല്ലേ ഞാൻ ലുലുമാളി പോകത്തില്ല. ഒരിക്കലും ചെയ്യരുത് റൊണാൾഡേ. എന്തായാലും വണ്ടി വിളിച്ചല്ലേ, വെയിറ്റിംഗ് ചാർജ് കൊടുക്കണം. വെറുതെ ആസാദി പോയിട്ട് എനിക്ക് വേണ്ടിയിട്ടല്ല, വയറിനെ പറഞ്ഞു കൊതിപ്പിച്ചിട്ട് ഒരു മാത്രം ഒരു മട്ടൻ ബിരിയാണി കഴിച്ചിട്ട് വരണം. അമ്മ, സഹോദരനാണെങ്കിലും ഭർത്താവാണെങ്കിലും അച്ചമ്പി ആണെങ്കിലും എല്ലാവർക്കും അവനവന്റെ കാര്യം വലുത്.